റേഡിയോ മാംഗോയിൽ ഒരു RJ ആവുക. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ജോലി കിട്ടാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിന് എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത്? അബ്സല്യൂട്ട്ലി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യിക്കാൻ കഴിയുക എന്നത് തന്നെയാണ് ഫസ്റ്റ് ക്വാളിറ്റി. പിന്നെ സംസാരിക്കുമ്പോൾ എപ്പോഴും പകുതിരിവോടെ സംസാരിക്കുക, ഇത്തിരി വിറ്റി ആയിരിക്കുക, ഇത്തിരി ഇൻഫർമേഷൻ കൈമാറുക. എന്റർടൈൻമെന്റ് റൈറ്റ്. സോ ഇനി ഇവർക്ക് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങൾ, ഇന്ന് ഇവിടെ നിന്നും ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്ന വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്നത് റേഡിയോ മാംഗോയിൽ RJ എന്ന ജോലി പ്ലസ് 50,000 rupees പ്ലസ് സാംസങ് ഗാലക്സി നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ. റൈറ്റ്. ഇനി സെക്കൻഡ് പ്രൈസ് 10,000 rupees പ്ലസ് സാംസങ് ഗാലക്സി നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ. തേർഡ് പ്രൈസ് 5,000 rupees പ്ലസ് സാംസങ് ഗാലക്സി നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ. ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 9 പേർക്കും സാംസങ് ഗാലക്സി എന്നൊരു സ്മാർട്ട് ഫോൺ സമ്മാനമായിട്ടുണ്ട്. അത് നമുക്ക് ഇനി ആർക്കൊക്കെയാണ് ലഭിക്കാൻ പോകുന്നതെന്ന് അറിയാം. എനിവേസ് ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞില്ല, റൗണ്ട്സിനെ പറ്റി ഒന്ന് പറയാം. ആദ്യം 2 റൗണ്ട്സ് ഒരുമിച്ചാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആദ്യത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ സെൽഫി റൗണ്ട് ആണ്. എന്ന് വെച്ചാൽ സെൽഫായിട്ട് പുകഴ്ത്തി പറയുക, അത്രേ ഉള്ളൂ. അതായത് അവനവനെ പറ്റി പറയുക എന്നതേ ഉള്ളൂ. പുകഴ്ത്തി പറയുന്ന ചുമ്മാ പറഞ്ഞതാ. അവനവനെ പറ്റി ഒരു ഐഡിയ തരിക. ഓരോ കണ്ടസ്റ്റൻസ് എവിടെ നിന്ന് വരുന്നു, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അവര് തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് അവര് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച ഒരു പ്രൊഡ്യൂസ്ഡ് വോയിസ് ആണ് നമ്മൾ കേൾപ്പിക്കാൻ പോകുന്നത്. അത് ഫസ്റ്റ് റൗണ്ട്. അതിന് ജഡ്ജസ് അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് ആ സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കാന്ന് പറയുന്ന ചില്ലറ കാര്യമൊന്നും അല്ലേ, അപ്പൊ അതിന് മാർക്ക് വീഴും. പിന്നീട് സെക്കൻഡ് റൗണ്ട് ഇതിനോടൊപ്പം തന്നെയാണ് നടക്കുക. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് സിറ്റുവേഷൻ റൗണ്ട് ആണ്. ഓരോ കണ്ടസ്റ്റൻസിനും 3-4 സിറ്റുവേഷൻസ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ചില സിറ്റുവേഷൻസ് കൊടുക്കും, അതിന് സ്പോണ്ടേനിയസ് ആയി അവര് ഉത്തരം പറയുക. ഇങ്ങനെ 2 റൗണ്ടുകളാണ് ഇപ്പോ ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. റേഡിയോ മാംഗോ സാംസങ് ഗാലക്സി RJ Hunt brought to you by Samsung Galaxy, co-sponsored by Paragon Office Chappals, snack partners Capo. So first contestant number 1, Hasna M. Hassan. Welcome Hasna. കൊടുക്കൊരു കൈയടി കണ്ടോ. Contestant number 1, Hasna M. Hassan, selfie round. So this is Hasna Hassan coming from north of Kerala. കൃത്യമായി പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് എന്റെ സ്ഥലം. സ്പേസിലേക്ക് വെഹിക്കിൾസ് ഒക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ആസ്ട്രോനോട്ട് ഒക്കെ ആവേണ്ടിയിരുന്ന കുട്ടിയായിരുന്നിരിക്കാം ചിലപ്പോൾ ഞാൻ. പക്ഷെ നമ്മുടെ കേരള എൻട്രൻസ് കമ്മീഷണർ ഡിസൈഡ് ചെയ്തു ഞാൻ മനുഷ്യ ശരീരത്തിൽ ഡിവൈസസ് ലോഞ്ച് ചെയ്യുന്ന ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയാൽ മതിയെന്ന്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ നിവിൻ പോളി ഒക്കെ പറഞ്ഞതുപോലെ കോഴിക്കോട് പോലും വേണ്ടാത്ത കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ ഫൈനൽ ഇയർ ബയോമെഡിക്കൽ സ്റ്റുഡന്റ് ആണ് ഞാൻ. എന്റെ ഫാമിലി എന്ന് പറയുകയാണെങ്കിൽ ഒരു ചോട്ട് ഈസി പ്യാറീസി ഫാമിലിയാണ്. ഇത് കൺസിസ്റ്റ് ഓഫ് എന്റെ ഉപ്പുണ്ട്, ഒരു മമ്മി ഉണ്ട്, എന്റെ എൽഡർ ബ്രദർ, എന്റെ ഒരു എൽഡർ സിസ്റ്ററും കൂടി ഉണ്ട്. എന്റെ ഹോബീസ് പറയുകയാണെങ്കിൽ ലൈക്ക് എവറി നോർമൽ പേഴ്സൺ ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ്, പാട്ട് കേൾക്കും, സിനിമകൾ കാണും, യാത്ര ചെയ്യാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആൻഡ് ഓഫ് കോഴ്സ് സെൽഫീസ് എടുക്കാനും. ആൻഡ് ഐ എം എ വെരി സോഷ്യൽ പേഴ്സൺ. 30 ഡിഫറെന്റ് കൺട്രീസിൽ പോയി സെൽഫീസ് എടുക്കുക എന്നുള്ള എന്റെ വലിയൊരു ആഗ്രഹമാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഞാൻ ശരിക്കും മാത്രമല്ല അത്യാവശ്യം സംസാരിക്കുകയും ചെയ്യുന്ന കൂടി മനസ്സിലാക്കാൻ ഇപ്പൊ ഇത്രയും മതി എന്ന് വിശ്വസിക്കുന്നു. ബൈ. That is Hasna M. Hassan. Hasna, 30 different countries-il പോയി സെൽഫീസ് എടുക്കാം. Yes, of course. ഇപ്പൊ ഇതുവരെ എത്ര കൺട്രീസ് കണ്ടിട്ടുണ്ട്? Just 2. I'm sorry to say this. Just 2. ഏതൊക്കെ? ഇന്ത്യ and UAE. Definitely. പിന്നെ ഇന്ത്യ ആൻഡ് UAE. ഇന്ത്യ ആൻഡ് UAE. ഓക്കെ. ഈ തട്ടം കാണുമ്പോൾ അറിയാം ഒന്ന് UAE കറങ്ങിയ ആളാണെന്ന്. ഈ നിവിൻ പോളിയുടെ കാര്യം സെൽഫി റൗണ്ടിൽ പറയുന്ന കേട്ടു. ഈ നിവിൻ പോളി പറഞ്ഞതുപോലെ വടക്കൻ കേരളത്തിൽ മാത്രം വീശുന്ന ഒരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. ആ പാതിരാക്കാറ്റുണ്ടോ എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആ പാതിരക്കാറ്റ് ശരിക്കും അറിയണമെങ്കിൽ വടക്കൻ കേരളത്തിലെ ആമ്പിള്ളേരോട് ചോദിക്കണം. അവരാണത് ഏറ്റവും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുക. കാരണം വടക്കൻ കേരളത്തിലെ പെൺപിള്ളേർക്ക് രാത്രി ഇറങ്ങി നടക്കാറില്ല. അപ്പൊ ഞാൻ ആണുങ്ങളോട് ചോദിക്കണം. ചോദിക്കരുത്. പാതിരാക്കാറ്റ് കൊള്ളത്തില്ല. പാതിരക്കാറ്റ് കൊള്ളാഞ്ഞിട്ടല്ല, പക്ഷെ കൊണ്ടതിന്റെ സുഖം അറിയണമെങ്കിൽ അവിടുത്തെ ചെക്കന്മാരോട് തന്നെ ചോദിക്കേണ്ടി വരും. ഓക്കെ, റൈറ്റ്. അതുപോലെ നിവിൻ പോളി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഓള തട്ടമിട്ടാലുണ്ടല്ലോ എന്റെ സാറേ. പിന്നെന്താ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. കണ്ണാണ്ട് പേടിച്ചിട്ട് ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല. ഇപ്പൊ കേറുന്നതിന് മുന്നേ ഒരു കുട്ടി പറഞ്ഞു. കണ്ട് പേടിച്ചു.
ഗ്രഡ്ജിലെ യക്ഷിനെ പോലെ ഉണ്ട്. അതൊക്കെ സ്ഥിരം കേൾക്കുന്നത്, പിന്നെ യൂസ്ഡ് ആയി, കുഴപ്പമില്ല. റൈറ്റ്, അപ്പൊ സെൽഫി റൗണ്ട് കഴിഞ്ഞു. അടുത്ത റൗണ്ട് സിറ്റുവേഷൻ റൗണ്ട് ആണ്. ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് തരും. ആ സിറ്റുവേഷന് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒറ്റ വരിയിൽ എനിക്ക് ഉത്തരങ്ങൾ വേണ്ട. എനിക്ക് അതിനെ കുറച്ച് ക്രിയേറ്റീവായി ഉത്തരം വേണം. റൈറ്റ്, സോ അസ്ന എം ഹസനുള്ള ടൈം സ്റ്റാർട്ട്സ് റൈറ്റ് നൗ. 1 മിനിറ്റ് ആണ് ടൈം. ടൈം സ്റ്റാർട്ട്സ് റൈറ്റ് നൗ. ടൈം വരുമോ സ്ക്രീനിൽ? യെസ്. FB സ്ഥാപകൻ സക്കർബർഗിനോട് ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് കിട്ടിയാൽ എന്ത് ചോദിക്കും? ഒരൊറ്റ ചോദ്യം. ഒരൊറ്റ ചോദ്യം. FB സ്ഥാപിക്കുമ്പോ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ ഇതുപോലെ ഇത്രയും സമ്പാദിച്ചിട്ട് എബോള ബാധിതർക്ക് പോലും 152 കോടി കൊടുക്കാൻ പറ്റുന്നു? മുകേഷ് അംബാനിയുടെ വീട്ടിൽ വീട് എന്ന പ്രോഗ്രാം ചെയ്യാൻ എത്തിയ അവതാരക ആവുക. വീട് എന്ന പ്രോഗ്രാം അറിയായിരിക്കുമല്ലോ. ഓക്കെ, അറിയാം. മുകേഷ് അംബാനിയുടെ വീട്ടിൽ. സോ ഐ ഷുഡ് സ്റ്റാർട്ട് ടെല്ലിംഗ്. ഓക്കെ, പ്രസന്റ്. നമ്മളിപ്പോ നിൽക്കുന്നത് മുകേഷ് അംബാനിയുടെ വീടിന്റെ മുന്നിലാട്ടോ. വീടിന്റെ പുറത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ എപ്പിസോഡ് തീരാറാം. അതുകൊണ്ട് നമുക്ക് ആദ്യം അകത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മുകേഷ് അംബാനിയുടെ ലിവിംഗ് റൂമാണ് ഈ കാണുന്നത്. ഇതിന്റെ ഇടയിൽ നമുക്ക് ആദ്യം ബെഡ്റൂം പോയി ആ സാരി കാണാം. രാത്രിയിൽ ബോയ് ഫ്രണ്ട് വിളിച്ചപ്പോൾ ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പിന്നീട് വിളിച്ചപ്പോൾ പെൺകുട്ടിയുടെ ഫോൺ എൻഗേജ്ഡ് ആയിരിക്കുന്നു. പിറ്റേന്ന് ബോയ് ഫ്രണ്ടിനെ കാണുമ്പോൾ എന്ത് കാരണം പറഞ്ഞ് വിശ്വസിപ്പിക്കും? സോറിടാ, അതെന്റെ ഫ്രണ്ട് ആക്ച്വലി അർജന്റ് ആയിട്ട് അമ്മയ്ക്ക് സുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോവാൻ കൂട്ടിന് അറിയില്ലാത്തതുകൊണ്ട് എന്റെ വീട്ടിൽ ആരുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ കോളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. സ്ഥിരം പറയാറുള്ളതാണ് അല്ലേ? ഓക്കെ, റൈറ്റ്. സോ സിറ്റുവേഷൻ റൗണ്ട്, ഹസ്നയുടെ സിറ്റുവേഷൻ റൗണ്ട് ആണ് ഇവിടെ കഴിഞ്ഞത്. സെക്കൻഡ് കണ്ടസ്റ്റന്റിനെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കണ്ടസ്റ്റന്റ് നമ്പർ 2 മുഹമ്മദ് റിജാസ് കെ. ഹസ്ന വന്നത് കാസർഗോഡ് നിന്നാണ്. മുഹമ്മദ് റിജാസ് തളിപ്പറമ്പയിൽ നിന്നാണ്. മുഹമ്മദ് റിജാസ് കെ, സെൽഫി റൗണ്ട്. ഹായ്, വെൽക്കം മുഹമ്മദ് റിജാസ് കെ. ജൂലൈയിലെ ഒരു മഴയുള്ള രാത്രി. അയ്യോ, പിന്നെയും മുഹമ്മദ് റിജാസ്, ശരിക്കും കോരിച്ചോരി പെയ്യുന്ന മഴയത്താണോ താങ്കൾ ഉണ്ടായത്? ജൂലൈ ആയതുകൊണ്ട് മഴയുണ്ടാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് കാലാവസ്ഥയൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ആയിരിക്കും. റൈറ്റ്. ഈ കൂട്ടുകാരെന്തോ കുറെ സ്വപ്നം കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത്യാവശ്യം സ്വപ്നം കാണാൻ അവരാണ് പഠിപ്പിച്ചത്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വപ്നങ്ങൾ? ഒരു ലിമിറ്റ് എന്താണ് സ്വപ്നത്തിന്റെ? ലിമിറ്റ് ഒന്നും ഇല്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. അത് വലിയ വലിയ സ്വപ്നങ്ങളാണല്ലോ, അപ്പൊ ലിമിറ്റ് ഇല്ലല്ലോ. അപ്പൊ കണ്ട ഏറ്റവും വലിയ സ്വപ്നം എന്താ? ഏറ്റവും വലിയ സ്വപ്നം ഒരു വലിയ ബിസിനസ് മാനേജർ ആവുന്നത്. വലിയ ബിസിനസിന്റെ മാനേജ്മെന്റ്. വലിയ ബിസിനസ്. ഓക്കെ, എന്തെങ്കിലും കാണും. എന്ത് ബിസിനസ്സാണ് നമുക്ക് തുടങ്ങണ്ടേ? ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഒരു ടെക്നിക്കൽ ബിസിനസ് തുടങ്ങാനാണ് ആഗ്രഹം. ഓക്കെ, ശരി. ഈ കൂട്ടുകാരൊക്കെ നല്ല നിലയിലാണോ ഇപ്പോ? എല്ലാവരും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. ഓക്കെ, സെൽഫി എടുക്കുന്നത് താങ്കൾക്കൊരു ഹോബിയാന്ന് പറഞ്ഞു. താങ്കൾ എടുത്തിരിക്കുന്ന ഏറ്റവും പേടിപ്പെടുത്തുന്ന സെൽഫി? പേടിപ്പെടുത്തുന്ന സെൽഫി ഞാൻ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. സ്വന്തം ഫോട്ടോ വെറുതെ അങ്ങനെ എടുത്താൽ തന്നെ പേടിയാവും. എനിക്ക് പേടിയാവുമ്പോൾ ഞാൻ നോക്കണേ. ശരി, അപ്പൊ നമുക്കിനി തളിപ്പറമ്പയിൽ നിന്ന് വന്നിരിക്കുന്ന മുഹമ്മദ് റിജാസിലുള്ള സിറ്റുവേഷൻ റൗണ്ടിലേക്ക് കിടക്കാണ്. ടൈം സ്റ്റാർട്ട്സ് റൈറ്റ് നൗ. മുഹമ്മദ് റിജാസ് കെ, ടൈം വരുന്നില്ല. ഓക്കെ, കേരളത്തിലെ റോഡിലെ കുഴികൾ 3 ദിവസം കൊണ്ട് മൂടുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. ഇത് നടപ്പാക്കാനുള്ള ഒരു ഉഗ്രൻ ഐഡിയ പറഞ്ഞു തരിക. എല്ലാ റോഡിലും ആദ്യം മണ്ണ്, അതായത് കേരളത്തിലെ മൊത്തം മണ്ണ് കൊണ്ട് ഒരു ലോറി ഇറക്കുക. അപ്പൊ ലോറി തുറന്നുവിടാം. അപ്പൊ എല്ലാ റോഡിലും മണ്ണ് പറഞ്ഞു. അനൂപ് മേനോന്റെ വിവാഹ പരസ്യം തയ്യാറാക്കുക. പേര് അനൂപ് മേനോൻ, വയസ്സ് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ. അത്യാവശ്യം ന്യൂ ജനറേഷൻ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ, നല്ല നല്ല ഭാഷയുടെ പിതാവ് എന്ന് അത്യാവശ്യം വേണമെങ്കിൽ വിളിക്കാം. എല്ലാവരും വരുമോ ഇങ്ങനെ പറഞ്ഞ? ഒരു ഗേൾ ഫ്രണ്ടിനെ വിളിച്ച് സിനിമയ്ക്ക് വരാൻ പറഞ്ഞ കാര്യം മറന്നിട്ട് മറ്റൊരു ഗേൾ ഫ്രണ്ടിനെയും അതേ സിനിമയ്ക്ക് വരാൻ ക്ഷണിച്ചു. രണ്ടുപേരും ഒരേ സമയത്ത് തിയേറ്ററിലെത്തി. ഹാൻഡിൽ ദ സിറ്റുവേഷൻ. നീ നേരത്തെ വരുന്നില്ലെന്ന് പറഞ്ഞാലോ? പക്ഷേ ഇവിടെ ഇപ്പം വരുന്നുണ്ട്. അവിടെ നീ വരണ്ട. അല്ല, നീ വേണമെങ്കിൽ വന്നോളൂ, പ്രശ്നമില്ല. രണ്ടാക്കും ഒന്നിച്ചു പോലോ. ഇങ്ങനെയാണോ നിങ്ങൾ ഡീൽ ചെയ്യുന്നത്? പിന്നെ സിമ്പിൾ അല്ലേ? നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിനൊക്കെ അറിയോ? നിങ്ങൾക്ക് വേറെ വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് അറിയും? എത്ര ഉണ്ട് ടോട്ടലി? ഇല്ല, ഗേൾ ഫ്രണ്ട്സ് ഇല്ല, സിംഗിൾ. വെറുതെ വേസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് മുഹമ്മദ് റിജാസ്. മുഹമ്മദ് റിജാസിന്റെ 2 റൗണ്ട് കൂടെ കഴിഞ്ഞിരിക്കുകയാണ്, സെൽഫി റൗണ്ട് ആൻഡ് സിറ്റുവേഷൻ റൗണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത കണ്ടസ്റ്റന്റിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കണ്ടസ്റ്റന്റ് നമ്പർ 3
അലീന ജോസിന്റെ സെൽഫി റൗണ്ട്. കണ്ടസ്റ്റന്റ് നമ്പർ 3 അലീന ജോസ് ഫ്രം മലപ്പുറം. ഹായ് അലീന ജോസ്. പറഞ്ഞോ സ്വർഗത്തിലെ പട്ട് എന്നാ പട്ടാ ഈ സ്വർഗത്തിലെ കട്ടുറുമ്പെന്നാണെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താ പറയാത്ത? ഇതുവരെ ആരുടെയും അത് തോന്നിക്കാണില്ല, അതുകൊണ്ടായിരിക്കും പറയാത്തത്. എന്നെ കണ്ടാൽ തന്നെ പറയില്ല സ്വർഗത്തിലെ പട്ടാന്ന്. അപ്പൊ പിന്നെ കട്ടുറുമ്പിന്റെ ആവശ്യം ഉണ്ടാവും. പറയുന്നുണ്ടോ? സ്വർഗത്തിൽ പറയത്തില്ലേ? കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കാം. സ്വർഗത്തിലെ പട്ടാണെങ്കിൽ കൈ അടിക്കാം. ഓക്കെ, താങ്കളോടൊരു ചോദ്യം. നമ്മൾ ഇതിന്റെ ഇന്റർവ്യൂ റൗണ്ട് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന പറഞ്ഞ ഒരു സംഭവം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ജോലി സ്ഥലത്ത് എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കണമെങ്കിൽ നല്ല വേഷം കെട്ടണോ അതോ നന്നായി വർക്ക് ചെയ്യണോ എന്നൊരു ചോദ്യം താങ്കൾ ചോദിച്ചു. ആക്ച്വലി എന്താണ് അലീനയുടെ ഉത്തരം? നന്നായി ജോലി ചെയ്യണോ അതോ നല്ല വേഷം കെട്ടണോ? പട്ട് രണ്ടും നമുക്ക് ചെയ്യാലോ. നന്നായി ജോലി ചെയ്തും മറ്റുള്ളവരെ നമുക്ക് ആകർഷിക്കാം, നല്ല വേഷം കെട്ടിയും നമുക്ക് മറ്റുള്ളവരെ ആകർഷിക്കാം. ഏതാ പ്രിഫർ ചെയ്യുന്നത്? റേഡിയോ ജോക്കി ആയെന്ന് വിചാരിക്കാം. നന്നായി വർക്ക് ചെയ്യോ അതോ നന്നായി ഡ്രസ് നന്നായി വർക്ക് ചെയ്യോ? നന്നായി ഡ്രസ് ചെയ്യില്ല എന്നല്ല ഉദ്ദേശിച്ചത്. അതിന് അങ്ങനെ ഒരു അർത്ഥമില്ലല്ലോ. നന്നായി വർക്ക് ചെയ്യുമെങ്കിലും നന്നായി ഡ്രസ് ചെയ്യും. ഓക്കെ, എന്താ കോഴിക്കോടിനോട് ഇത്ര ദേഷ്യം? കോഴിക്കോടിലേക്ക് തിരിച്ചു പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. ഞാൻ അവിടെ ജനിച്ചോണ്ട് എനിക്ക് എന്താ കോഴിക്കോട് ഒരു ചേഞ്ച് വേണം. അതന്നെ, ഒരു ചേഞ്ച് വേണം. ജനിച്ച സ്ഥലത്ത് നിന്ന് ഒരു ചേഞ്ചിന് വേണ്ടിയാണ് നമ്മൾ മാറി താമസിക്കുന്നത്. അപ്പൊ പിന്നെ അതിനെന്താ ഒരു കോഴിക്കോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഓക്കെ, ശരി. അപ്പൊ ഇനി നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. സിറ്റുവേഷൻ റൗണ്ട്. അലീന ജോസിനുള്ള എന്റെ ഫസ്റ്റ് സിറ്റുവേഷൻ. ടൈം സ്റ്റാർട്ട്സ് റൈറ്റ് നൗ. ടൈം വന്നിട്ടേ പറയുള്ളൂ. ATMൽ നിന്ന് രൂപ പിൻവലിച്ച് ഇറങ്ങുന്നത് കണ്ട് മഞ്ജു വാര്യർ നിങ്ങളുടെ അടുത്തെത്തി ഡയമണ്ട് വാങ്ങാൻ പ്രേരിപ്പിക്കുന്നു. മഞ്ജു വാര്യറിനെ എന്ത് പറഞ്ഞ് ഒഴിവാക്കും? മഞ്ജു വാര്യറിനെ ഇപ്പൊ എന്ത് പറഞ്ഞും നമുക്ക് ഒഴിവാക്കാം. ഇപ്പം നമ്മുടെ കാശെടുത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അത് മഞ്ജു ചേച്ചി അല്ല തീരുമാനിക്കേണ്ടത്. ഡയമണ്ട് വാങ്ങണോ എന്ത് വാങ്ങണമെന്ന് മഞ്ജു ചേച്ചി അല്ല തീരുമാനിക്കേണ്ടത്, നമ്മളാ തീരുമാനിക്കേണ്ടത്. ഒന്നുകൂടെ ചോദിച്ചാൽ 2 തല്ലും കൊടുക്കും. ചൊവ്വയിൽ സ്ഥലം വിൽക്കാനുണ്ട്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് ബ്രോക്കർ വിളിക്കുന്ന ഒരു ഫോൺ കോൾ. താങ്കളാണ് ബ്രോക്കർ. എനിക്ക് സ്ഥലം വേണോന്ന് ചോദിച്ചാണ് താങ്കളുടെ വിളി. ചൊവ്വയിൽ സ്ഥലം വിൽക്കാനുണ്ട്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് ബ്രോക്കറാണ്. വിളിക്കും. ഹലോ, ഞാൻ ബ്രോക്കർ അലീന. ഇല്ല, ഞാനൊരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചതാണ്. നമ്മുടെ ചൊവ്വയില്ലേ, നമ്മുടെ ചൊവ്വയിൽ കുറച്ച് സ്ഥലം വെക്കാനുണ്ട്. ഒരു 5-6 കൊല്ലത്തിന് ശേഷം അവിടെ മെട്രോ ഒക്കെ വരുന്നതാണ് കേക്ക്. അല്ല, നമ്മുടെ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഏതായിട്ട് വരുന്നത്? നമ്മുടെ ചൊവ്വ, നമ്മളിപ്പോ പോയ ചൊവ്വ, നമ്മള് ഇന്ത്യക്കാര് പോയ ചൊവ്വ. ഈ മെട്രോ വന്നാൽ എന്ത് പറ്റുന്ന പറഞ്ഞ? മെട്രോ വന്നാൽ 5-6 കൊല്ലത്തിന് വരുന്ന പറഞ്ഞെങ്കിലും അതിന് 10-15 കൊല്ലം എടുക്കും വരാൻ. അപ്പോഴേക്കും നമുക്ക് തീരുമാനിക്കാം എന്താവും എന്ന്. ഓക്കെ, റൈറ്റ്. താങ്ക് യു സോ മച്ച് അലീന ജോസ്. അലീന തേർഡ് കണ്ടസ്റ്റന്റ് ആണ്. അലീനയുടെ സിറ്റുവേഷൻ റൗണ്ട് ആണ്. താങ്ക് യു സോ മച്ച് അലീന. അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാൻ സമയമായി. റേഡിയോ മാംഗോ സാംസങ് ഗാലക്സി RJ ഹണ്ടിലെ കണ്ടസ്റ്റന്റ് നമ്പർ 4 ലിനി ജോളി. ലിനി ജോളി ട്രിവാൻഡ്രത്ത് നിന്നാണ് കൊച്ചിയിൽ ഇപ്പോൾ ഈ ഫൈനലിൽ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത്. ലിനി ജോളിയുടെ സെൽഫി റൗണ്ട്. ഹായ് ലിനി. വാവ്. ട്രിവാൻഡ്രത്ത് നിന്നുള്ള ലിലി ജോളി. റേഡിയോ ജോക്കിക്ക് എന്തോ ഒരു വിലയുണ്ടെന്ന് പറഞ്ഞു. ആ വില എന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വരൂ. എനിക്ക് തോന്നുന്നത് വേറൊരു മീഡിയം വെച്ച് നോക്കുമ്പോൾ റേഡിയോ ജോക്കേഴ്സിന് മാത്രം പറ്റുന്നുണ്ട് ഒരാളുടെ ഇമാജിനേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുക. മറ്റേതൊക്കെ വിഷ്വൽ ആയിരിക്കും, ഇതൊരു ഇമാജിനേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇതിപ്പോ പറഞ്ഞ പോലെ സ്നേഹിക്കാനാണെങ്കിലും ദേഷ്യപ്പിടിപ്പിക്കാനാണെങ്കിലും വെറുതെ പാട്ട് കേൾപ്പിക്കാനാണെങ്കിലും കുറെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ചു കാലം മുമ്പേ ഒരാൾക്ക് പോസിബിൾ ആയിരുന്നില്ല, ഇന്നത് പോസിബിൾ ആണ്. സോ ദർസ് ലോട്ട് ഓഫ് മീനിങ് അറ്റാച്ച്ഡ് വിത്ത് ഇറ്റ്. ഓക്കെ, ഈ ഇന്റർവ്യൂ ടൈമില് ഒരു കാര്യം, ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനാവാനുള്ള എന്തോ വഴി ലിനിയുടെ കയ്യിലുണ്ടെന്ന് കേട്ടു. എന്തൊക്കെയാണ് ആ വഴികൾ? ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാണ്. ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഈ അനിൽ അംബാനിയും ബിൽഗേറ്റ്സിനൊക്കെ കോടീശ്വരന്മാരാണല്ലോ, അവരുടെ ഓരോ മിഞ്ചിനും ഭയങ്കര വിലയാണ്, കോടിയൊക്കെയാണ് വില. അത് ഞാൻ കേട്ടിട്ടുള്ളത് അവരുടെയൊക്കെ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു $100 താരം പോവാണെങ്കിൽ അവർ എടുക്കാൻ പോവില്ല. എടുക്കാൻ പോണ സമയത്തിൽ ബാങ്കിൽ അതിന് കൂടുതൽ കാശ് വരും. അപ്പൊ എന്റെ ലക്ഷ്യം അങ്ങനെ ഏതെങ്കിലും നല്ല കോടീശ്വരനൊന്ന് ഇടിച്ചു ഇരിക്കുക, പോക്കറ്റിൽ നിന്ന് പരമാവധി കാശ് താരം ഇരിക്കുക, അത് എടുത്തോണ്ട് പോവാ. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ലിനി ജോളിയുടെ സിറ്റുവേഷൻ റൗണ്ടിലുള്ള സിറ്റുവേഷൻസ് ആണ് ഇനി എന്റെ കയ്യിലുള്ളത്. ഫസ്റ്റ് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ടൈം സ്റ്റാർട്ട്സ് റൈറ്റ് നൗ.
മംഗൾയാൻ ചൊവ്വയിൽ ചെന്നപ്പോൾ അമേരിക്കയുടെ മാവനെ നോക്കി ആദ്യം പറഞ്ഞ ഡയലോഗ് എന്താണ്? അവിടുത്തെ മാങ്ങയും ഇവിടുത്തെ മാങ്ങയും ഒന്ന് തന്നെയാണോ? ഇവിടുന്ന് ഞാൻ കാണുന്നോണ്ട് ചുമന്ന കളറിൽ ഇരിക്കുന്നു. സാധാരണ മഞ്ഞ കളറിലാണ്, ഇവിടുന്ന് നോക്കുമ്പോ ഒരു ചുമന്ന കളർ. എന്താണോ? ഓക്കെ, സൺഡേ ഇനി മുതൽ ഡ്രൈ ഡേ. കേരളത്തിലെ ഒരു ഫോൺ സംഭാഷണം ടാപ്പ് ചെയ്താൽ ഡ്രൈ ഡേ. ഷാപ്പില്ലാത്തതുകൊണ്ട് ഡ്രൈ ആവോ? ഇപ്പൊ എന്റെ അപ്പം മിലിറ്ററി ആയതുകൊണ്ടാണെന്ന് എനിക്ക് പറയാലോ. എന്താന്ന് വെച്ചാ കുപ്പി എങ്ങനെയെങ്കിലും കിട്ടും, അതുകൊണ്ട് ഡ്രൈ തോന്നുന്നു. ഡ്രൈ ആവുകയാണെങ്കിലും ഈ ഫിഷ് ഡ്രൈ ആക്കുന്ന പോലെയാണോ, അത് ചിക്കൻ റോസ്റ്റ് ഡ്രൈ അതോ ബീഫ് ഡ്രൈ? നിങ്ങൾ പ്രണയിക്കുന്ന പുരുഷൻ നിങ്ങളെക്കാൾ ഇളയതാണ്, വീട്ടുകാരെ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും? മമ്മ പറയുന്നത് എനിക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ജോളി സിസ്റ്റേഴ്സ് 2 അനിയത്തിമാരുണ്ട്. ഞാനാണ് ഏറ്റവും കുഞ്ഞെന്നാണ് അവർ പറയുന്നത് പക്ക് വെച്ച് നോക്കും. അപ്പൊ ഞാൻ പറയും മമ്മ അങ്ങനെ പറയുന്നതുകൊണ്ട് എന്നെക്കാളും ഇളയതിനാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി പറയുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ലിനി ഫ്രം കണ്ണൂർ അല്ലേ? ട്രിവാൻഡ്രം. ഓ, ഞാൻ നേരത്തെ ട്രിവാൻഡ്രം പറഞ്ഞു, പെട്ടെന്ന് ഞാൻ കണ്ണൂരാക്കി. തലസ്ഥാനം വിട്ട വഴിയില്. Right, thank you so much, Lini Jolie from Trivandrum. അടുത്ത കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യാൻ ലിനി ഈ സ്റ്റേജ് വിട്ട് പോകണമെന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത കണ്ടസ്റ്റന്റ് റേഡിയോ മാംഗോ സാംസങ് ഗാലക്സി RJ100 കണ്ടസ്റ്റന്റ് നമ്പർ 5 പ്രതീഷ് വി ഫ്രം കണ്ണൂർ. പ്രതീഷ് വി, സെൽഫി റൗണ്ട്സ്. പ്രതീഷ് വി, ആളെ കണ്ടാ പറയോ ഈ ആളാണ് ഇതൊക്കെ പറഞ്ഞതെന്ന്? RJ ആവാൻ ശബ്ദം മതി, രൂപം വേണ്ടെന്ന് എല്ലാവരും, അതുകൊണ്ട് വന്നാണ്. പ്രതീക്ഷ വന്നപ്പോ ഞാൻ ആളെ കയ്യിലെടുത്തല്ലോ. അല്ല, ഞാൻ പറയാം, ഞാൻ കണ്ണൂരുകാരനാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞു കൊച്ചിയിലാ പോണത്, ഭയങ്കരന്മാരാണ് കൊച്ചിക്കാര്, വലിയ ക്രൗഡാണ്. അപ്പൊ എനിക്ക് 6 feet ഇല്ല, 6 pack ഇല്ല. അപ്പൊ പറയാനൊരു പിൻബലം സ്റ്റേജിൽ കണ്ണൂര് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞതുള്ളൂ. ഞാൻ ആളെ പാവാണ്. അയ്യോ, അല്ല ഈ കണ്ണൂരത്തെ ആണുങ്ങൾക്കൊക്കെയാണ് ഈ പറയുന്ന പോലെ അവിടുത്തെ പാതിരാക്കാറ്റിന്റെ ഒരു ഇത് പറയാൻ പറ്റാന്ന് പറഞ്ഞു നേരത്തെ ഹസ്ന. ഒന്ന് പറഞ്ഞേ, അവിടുത്തെ പാതിരാക്കാറ്റിനെ പറ്റി ഒരു 2 വാക്ക് പറയാൻ പറഞ്ഞാൽ. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഞങ്ങള് അവിടെ കണ്ണൂർ സിറ്റി സെന്റർ ഉണ്ട്. അവിടെ സിറ്റി സെന്ററിൽ ഒരുപാട് ഷോപ്പ് ഉണ്ട്, ഫാൻസി ഷോപ്പ്, അങ്ങനെ ഒരുപാട് ഷോപ്പ്. അപ്പൊ അവരൊക്കെ ഡ്യൂട്ടി കഴിയണത് ഒരു 7 മണി 7:30 ആവും. അപ്പൊ ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവിടെ പോകും. അപ്പൊ അവരവിടെ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് പിന്നാലെ നടക്കുമ്പോ ആ ബസ് സ്റ്റാൻഡിന്റെ വഴി പോകുമ്പോ ഒരു കാറ്റ് വീശും. അതാണ് എന്റെ അറിവിലുള്ള പാതിരാക്കാറ്റ്. ലേഡീസ് ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്? ലേഡീസ് ഹോസ്റ്റൽ അല്ല, വിമൻസ് കോളേജ്. വിമൻസ് കോളേജ്. അത് വളരെ രസമാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സിനിമ റിലീസായത്. അപ്പൊ ഞാൻ വിചാരിച്ചു PGക്ക് അവിടെ പോവാന്ന് വിചാരിച്ചു. ഞാൻ എന്റെ പഞ്ചായത്ത് മെമ്പറെ റെക്കമെൻഡേഷൻ ലെറ്റർ ഒക്കെ ആയിട്ട് പോയി പ്രിൻസിപ്പലിനെ കാണാൻ. അപ്പം പ്രിൻസിപ്പല് പറഞ്ഞ അവിടുത്തെ പ്യൂണുണ്ട്, ഒരു കുമാരേട്ടൻ. പുള്ളി പറഞ്ഞ ഇവന് 3-4 വർഷമായിട്ടേ പ്രായപൂർത്തി ആയത് മുതൽ വിമൻസ് സ്കൂളിന്റെ മുന്നിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളാണ്, കാറ്റിവിടുണ്ടാണ്. അതുകൊണ്ട് പിന്നെ PGക്കും പോയി. ഞാൻ തുറന്ന പുസ്തകമാണ്, പറയുന്നൊക്കെ സത്യമാണ്. ഓക്കെ, ഈ ഓപ്പൺ ബുക്കിന്റെ അടുത്ത് എന്റെ സിറ്റുവേഷൻ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് റൈറ്റ് നൗ. ടൈമേ വീഴുക. പ്രതീഷ് വി, 365 ദിവസവും ചാനലിലെ പ്രൈം ടൈം ന്യൂസിൽ നിറസാന്നിധ്യമാകാനുള്ള 3 വഴികൾ. ഒന്ന്, ഒരു രാഷ്ട്രീയമോ ആയിട്ടുള്ള ഒരു വസ്ത്രം ധരിക്കുക. കണ്ട രാഷ്ട്രീയക്കാരാണ് തെറ്റിദ്ധരിക്കണം. എപ്പോഴും തിരക്കാണെന്ന് ആൾക്കാരെ തെറ്റിദ്ധരിക്കണം. ആൾക്കാരെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് എപ്പോഴും പോയി നിൽക്കണം. താനൊരു സംഭവമാണെന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കണം. റോഡിലെ കുഴികൾ ക്രിയേറ്റീവായി എങ്ങനെ ഉപയോഗിക്കാം? റോഡിലെ കുഴികൾ ക്രിയേറ്റീവായിട്ട് എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റീവായി ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ചാൽ റോഡിലൂടെ നടക്കാൻ പഠിക്കുക. നമ്മൾ രാവിലെ 6 മണി 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം, ആ കുഴിയിൽ വീഴാതെ നടക്കാൻ പഠിക്കാം. അപ്പൊ ഒരു 10 മണി കഴിഞ്ഞാൽ കുഴിയിൽ വണ്ടി ഓടിക്കാൻ നമുക്ക് പറ്റും. അപ്പോഴും ഫുട്ബോൾ താരം സുവാരസ് ടൂത്ത് പേസ്റ്റിന്റെ പരസ്യത്തിൽ പറയുന്ന ഡയലോഗ് എന്തായിരിക്കും? ഞാൻ കളിക്കണ പോലെ കളിക്കണമെങ്കിൽ ഈ പേസ്റ്റ് തേക്കണം. താങ്ക് യു സോ മച്ച്. അടുത്ത ഒരൊറ്റ ചോദ്യത്തിനുള്ള ടൈം നമ്മളുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് താങ്ക് യു സോ മച്ച് പ്രതീഷ് വി ഫ്രം കണ്ണൂർ. കണ്ണൂരിന്റെ തരത്തിൽ ഇവിടെ പൈച്ചാനെത്തിയ പ്രതീഷ് വി. ഇനി അടുത്ത കണ്ടസ്റ്റന്റിലേക്ക് റേഡിയോ മാംഗോ സാംസങ് ഗാലക്സി RJ100 കണ്ടസ്റ്റന്റ് നമ്പർ 7 സെൽഫി റൗണ്ടിൽ അടുത്ത കണ്ടസ്റ്റന്റ് ഫ്രം കോട്ടയമാണ്. ദീപ്തി പി കുരുവിള. കൊച്ചിയുടെ തൊട്ടടുത്ത് തന്നെ, ഒരു അല്പം വ്യത്യാസം വന്നതേ ഉള്ളൂ. ദീപ്തി പി കുരുവിള ഫ്രം കോട്ടയം. ഇതാണ് ആ സംഭവം. ദീപ്തി പി
കുരുവില കോട്ടയത്ത് നിന്ന്. അതെ, ഒട്ടും കൊള്ളില്ലാത്തൊരു സ്ഥലത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. അയ്യോ, ഞാൻ ഒരിക്കലും പറഞ്ഞില്ല, കോട്ടയക്കാരിൽ എന്നെ എടുത്തിട്ട് പോയി. ആണോ? എന്നൊന്ന് പറഞ്ഞേ. പക്ഷേ പക്ഷേ എങ്ങനെ? പക്ഷേ ക്ഷേ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരും പക്ഷേ 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 എന്ന് കേൾക്കുന്നു. അത് ഈ മാനുഫാക്ചറിംഗ് ഡിഫക്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. എങ്ങനെ എന്തൊക്കെ മാനുഫാക്ചറിംഗ് ഡിഫക്ട്സുകളുണ്ട്? അങ്ങനെ പറഞ്ഞാൽ നമ്മളല്ലല്ലോ പറയുന്നത്, കേൾക്കുന്നവരല്ല പറയുന്നത്. ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. കുറെ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഏതാണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ടോട്ടലി ക്ലാസ്സിലെ മാർക്കൊക്കെ കുറവാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഏതാണ്ട് ഏറ്റവും കൂടുതൽ കിട്ടിയ മാർക്ക് ഏതിനായിരുന്നു? ഒരു വിഷയത്തിന് വല്ലതും കിട്ടിയിട്ടുണ്ടാവുള്ളൂ, അത് ഏതിനായിരുന്നു? അത് പറയണമെങ്കിൽ അങ്ങ് പുറകോട്ട് വേണം. ഫസ്റ്റ് ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സിറ്റുവേഷൻ റൗണ്ട്. ടൈം സ്റ്റാർട്ട്സ് റൈറ്റ് നൗ. കുരുവിള പെൺകുട്ടികൾക്കുള്ള ഒരു ജീൻസ് ഷോപ്പ് തുടങ്ങാൻ പോവുകയാണ്. ഉദ്ഘാടനം ചെയ്യാൻ യേശുദാസിനെ നമ്മൾക്ക് ഇവിടെ കൊണ്ടുവരണം. പ്ലീസ് ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യൂ അദ്ദേഹത്തെ. എല്ലാവർക്കും അറിയാലോ, ഗാനഗന്ധർവൻ യേശുദാസ്. അദ്ദേഹത്തിന്റെ പാട്ടിൽ നമ്മളെല്ലാം മയങ്ങിയിട്ടുണ്ട്. യേശുദാസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യൂ. ഞാൻ യേശുദാസാണ്, എന്നെ കൺവിൻസ് ചെയ്യൂ ഉദ്ഘാടനത്തിന് വരാൻ. ഞാൻ യേശുദാസാണ്, എന്നെ കൺവിൻസ് ചെയ്യൂ ഉദ്ഘാടനത്തിന് വരാൻ. സർ, ഈയിടെ സർ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗേൾസിന്റെ ജീൻസ് ഇരുന്ന് അത്ര നല്ലതല്ലെന്നാണ് സാറ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. എങ്കിലും ഞങ്ങൾ പുതിയൊരു ജീൻസ് ഷോപ്പ് തുടങ്ങുന്നുണ്ട്. ഗേൾസിന് എല്ലാവർക്കും ജീൻസ് ഒഴിവാക്കാൻ പറ്റത്തില്ല. സാർ അങ്ങനെ പറഞ്ഞാലും സാർ ക്ഷമിക്കണം. ഞങ്ങളൊരു ചെറിയൊരു ഷോപ്പാണ്. സാർ ഒന്ന് ഇനാഗ്രേറ്റ് ചെയ്താൽ ഗേൾസ് എല്ലാവരും വന്നിരിക്കും. ഇപ്പൊ വരും കേട്ടോ. കേരളത്തിൽ എല്ലാവരും ഏറ്റെടുക്കുമെന്ന് ഉറപ്പുള്ള 2 ചലഞ്ചസ്. ഇപ്പൊ കംപ്ലീറ്റ് ചലഞ്ചിന്റെ സമയമാണ്. ഐസ് ബക്കറ്റ് ചലഞ്ച്, ആ ചലഞ്ച്, ഈ ചലഞ്ച്. ഇനി കേരളത്തിലുള്ളവർ ഏറ്റെടുക്കുമെന്നുള്ള 2 ചലഞ്ചസ്. ഒന്നാമത് ചലഞ്ച് നമ്മുടെ സർക്കാർ എന്തായാലും ചെയ്യുന്നില്ലെന്നല്ല, കുറെ കാര്യം ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിൽ കൂടെ സർക്കാരിനെ ചീത്ത വിളിക്കാൻ പറ്റുക എന്നുള്ള ഒരു ചലഞ്ച്. അതെല്ലാവരും ഉറപ്പായിട്ട് ഏറ്റെടുക്കും. കാരണം എല്ലാവരുടെ മനസ്സിലുള്ളത് നമ്മൾ പുറത്ത് പറയാനാണല്ലോ ആഗ്രഹിക്കുന്നത്. പേര് വെളുത്താതെ ഫേസ്ബുക്കിൽ കൂടെ സർക്കാരിനെ ചീത്ത വിളിക്കാം. ഓക്കെ, നിങ്ങൾ ഒരു വീട്ടിൽ കല്യാണം ക്ഷണിക്കാൻ പോകുന്നു, പോകണ്ട, സമയം കഴിഞ്ഞു. താങ്ക് യു. പോകുന്നില്ല. താങ്ക് യു സോ മച്ച് ദീപ്തി കുരുവിള. താങ്ക് യു. ദീപ്തി കുരുവിള 6ാം കണ്ടസ്റ്റന്റ് ആയിരുന്നു റേഡിയോ മാംഗോ സാംസങ് ഗാലക്സി RJ ഹണ്ടില്. ഇനി അടുത്ത കണ്ടസ്റ്റന്റിലേക്ക് പോകുന്നു. കൊച്ചിക്കാരൻ, വാഴക്കാലക്കാരൻ ഷെമിൻ സലിം, കണ്ടസ്റ്റന്റ് നമ്പർ 7. കൊച്ചിക്കാരൻ മാനങ്ങാക്കാരൻ ഷെമിൻ സലിം. ഷെമിന്റെ അടുത്ത് ആദ്യമേ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഞങ്ങൾ നിങ്ങൾ അമ്മ ഇല്ലാണ്ട് ഒരു മിനിറ്റ് സംസാരിക്കാൻ പറ്റും? ഞങ്ങൾ അമ്മ നിമ്മ ഇല്ലാണ്ട് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല കൊച്ചിക്കാരൻ. എന്താ സംസാരിക്കാൻ പറ്റാത്ത? സംസാരിച്ചു അത് മംഗ്ലീഷിൽ മമ്മൂട്ടി പറഞ്ഞിട്ടില്ലേ, അവസാനം ദുൽഖർ പാടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് സംസാരിക്കണ്ടല്ലോ. അപ്പൊ ഞമ്മ നിങ്ങൾ വരും. ആക്ച്വലി കൊച്ചി എക്സാക്ട് കൊച്ചിക്കാരനല്ല, വാഴക്കാലെ കിടക്കുന്ന ആക്കാൻ ഞമ്മ നമ്മ എങ്ങനെ വന്നു? എന്നാലും കൊച്ചിയിലുള്ള ഒരു കാറ്റ് വീശുള്ളൂ. ഇവിടെയും ഒരു കാറ്റുണ്ട്, കൊച്ചി കാറ്റ്. അതെ, കടൽക്കാറ്റ്. ഓഹോ, റൈറ്റ്. ഇദ്ദേഹത്തിന് ഈ ശകുന്തലയുടെ കാലിൽ കൊണ്ട അതെന്തായിരുന്നത്? ഗർഭവന അല്ല, ഗർഭവന. ഒന്നുകൂടെ പറയൂ. ഗർഭമുന. പഠിച്ചല്ലോ അല്ലേ? പഠിച്ചു. ഇദ്ദേഹം ഇന്ന് രാവിലെ മുതൽ അവിടെ ഓഫീസിലിരുന്ന് ഗർഭമുന എന്ന് പറയുന്നുണ്ടായി. ആരോ ആണ്, ഹസ്നയാണെന്ന് തോന്നുന്നു തിരുത്തിയത്. ഞാൻ തന്നെ തിരുത്തി. സിറ്റുവേഷൻ റൗണ്ട്. ഒന്നും മിണ്ടുന്നില്ല. ഷെമിനുള്ള സിറ്റുവേഷൻസ്. ഷെമിനുള്ള ഇനി ടൈം കാണിച്ചാലും ഇല്ലെങ്കിലും. യെസ്. കൂട്ടിൽ കിടക്കുന്ന പട്ടി സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് കൊടുക്കുന്ന ഉപദേശം എന്ത്? മോനെ, പോയി സ്കൂളിൽ പോയി കുറക്കല്ലേ, നീ എന്റെ കൂടെ ഇവിടെ നിന്ന് കുറച്ചോ. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുമിച്ച് ഒരു കമ്പനി ആവുമല്ലോ. നസ്രിയയുടെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്ത മേക്കപ്പ് മാൻ മേക്കപ്പിനെ കുറിച്ച് ഒരു കോച്ചിങ് ക്ലാസ് നടത്തിയാൽ അതെങ്ങനെയായിരിക്കും? നസ്രിയനെ ആദ്യം തന്നെ അയാളെ ഏത് കോലത്തിൽ, നമ്മ നല്ലൊരു കോലത്തിൽ പോണം, ആണിന്റെ അല്ലെങ്കിൽ പെണ്ണിന്റെ. എനിക്ക് എന്നെ മനസ്സിലായില്ല നസ്രിയനെ ഇതാക്കിയത്. പിന്നെ തുടരുത്, സ്ത്രീയാണ്, സരിതാസ് നായരെ പോലെ ഫേമസ് ആവേണ്ടി വരും. ഒരു കോച്ചിങ് ക്ലാസ് നടത്തിയാൽ അത് എങ്ങനെയായിരിക്കും? കോച്ചിങ് ക്ലാസ് നടത്തിയ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നസ്രിയ മറ്റുള്ളവർക്ക് കോച്ചിങ് ക്ലാസ് കൊടുക്കുന്നില്ലേ? അല്ല, പിന്നെ നസ്രിയക്കോ? അല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാം. പിന്നെ ഒന്നാമത്തെ കാര്യം, മനസ്സ് തകർന്നിരിക്കുകയാണ് മോനെ, ഫഹദാണ് കൊണ്ടുപോയത്. അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾ അവിടെയൊക്കെ ഫാസിലിന്റെ ഒക്കെ വീടാണ്, കുറച്ച് ഡീസന്റ് പാലിക്കുക. പിന്നെ എന്നെ പോലെ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് ആണും പെണ്ണും തരത്തിൽ അറിയാത്ത പോലെ പോവുക. പൊന്നെ, കേരളത്തിലെ എക്സൈസ് മിനിസ്റ്റർ നല്ലൊരു കാര്യത്തിലേക്ക് വരുമായിരുന്നു, സമയം കിട്ടിയില്ല. എക്സൈസ് മിനിസ്റ്ററിനോട് എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവുക? എക്സൈസ് മിനിസ്റ്ററിനോടെ അത് സാറില്ല സാറേ, സാറ് നിർത്തിക്കോ, ഞങ്ങൾ മാറ്റി തുടങ്ങിക്കോളാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ പറയണം. കൊച്ചിയുടെ അഭിമാനപാത്രമായ ഷെമിൻ ജോസിന് ഇനി ജോസ് എന്താണ്? ഒരു സെക്കൻഡ്.
ഷെമിൻ സലിമിന് ഓക്കെ ജാതി മാറ്റം സോറി ഷെമിൻ സലിമിന് ഇനി ഇവിടുന്ന് വിട പറയാവുന്നതാണ്. ഓക്കെ, അടുത്ത കണ്ടസ്റ്റന്റിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ 2 ചീത്തയും പറയാവുന്നതാണ്. എന്നെ സഹിച്ച എല്ലാവർക്കും എന്റെ നന്ദി. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഇന്ന് ഇവിടെ നിന്ന് RJ ആയി വിന്നറായി ഇവിടുന്ന് പോയാൽ ബാക്കിയുള്ള 8 കണ്ടസ്റ്റന്റ്സിനും 5000 രൂപയുടെ ചെലവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മറക്കരുത് എന്ന് അവർക്ക് വേണ്ടി ഞാൻ ഇല്ല മറക്കൂല. Okay, thank you so much. Okay, thank you. Shemin Salim from Kochi. ഇനി contestant number 8ലേക്കാണ് നമ്മൾ പോകുന്നത്. contestant number 8 തൃശ്ശൂർക്കാരിയാണ്. തൃശ്ശൂരിന്റെ ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റി മറിയ. ഹായ്, വെൽക്കം ഗിഫ്റ്റി. ഗിഫ്റ്റി ഫ്രം തൃശ്ശൂർ. തൃശ്ശൂരിലാണ് ഏറ്റവും കൂടുതൽ സുന്ദരികൾ ഉള്ളതെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞാൽ സമ്മതിക്കണ്ട. എന്നാലും എന്താണ് അഭിപ്രായം? കണ്ടൂടെ? തോന്നില്ലേ മഞ്ജുവിനെ എന്നെ കണ്ടിട്ട് സുന്ദരിയാന്ന്? തോന്നുന്നുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? അത് ഉണ്ടെന്നാ മഞ്ജു. ചോദിക്കണ്ട. ഓക്കെ, ശരി. അപ്പൊ ഈ റേഡിയോ ജോക്കി ആവാനെന്നുള്ള ആഗ്രഹം വന്നത് നമുക്ക് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. എല്ലാവരും സംസാരിച്ചാൽ പ്രശ്നം പറയുന്നു. ഈ സംസാരിച്ചാൽ താങ്കൾക്ക് പണിഷ്മെന്റ് തന്നിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും പണികളുണ്ടോ? കൂടുതൽ സംസാരിക്കാം. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് കേട്ട് തുടങ്ങി അധികം സംസാരിക്കരുത്, സംസാരിക്കാൻ പാടില്ല. അങ്ങനെയാണ് പഠിക്കുക. ഫിലിം വരെ ഇറങ്ങില്ലേ സംസാരം ആരോഗ്യത്തിന് ഹാനികരം. അങ്ങനെ ഇല്ലെന്ന് തെളിയിച്ചു കൊടുക്കാൻ പിന്നെയും സംസാരിക്കാം. അവസാനം അടുത്തിട്ട് അവര് പിന്നെ അത് പറയില്ല. വീട്ടുകാരുടെ അഭിപ്രായം എന്താണ്? ഇത് തന്നെ സെയിം തന്നെ. അതല്ലേ ഞാൻ സെൽഫിക്കകത്ത് പറഞ്ഞേ, എല്ലായിടത്തും പോയാലും സംസാരിക്കരുന്ന അഭിപ്രായം അവർക്കുള്ളത്. പിന്നെ അത് സംസാരിച്ചത് തീർത്തു കൊടുത്തു. ഓക്കെ, ശരി. അപ്പൊ സംസാരിക്കാൻ ഞങ്ങൾ അവസരം തരികയാണ്. അത് നല്ല ക്രിയേറ്റീവായി സംസാരിക്കുക. മാർക്ക് വീഡിയോ നോക്കാം. ഗിഫ്റ്റി മറിയയ്ക്കുള്ള സിറ്റുവേഷൻ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. താങ്കളുടെ നേരം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. മംഗൾയാൻ ഇന്ന് ചൊവ്വയിലെത്തി എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുക. കുറെ നാളായി എത്തുന്നു പറഞ്ഞ മംഗൾയാൻ ഇന്ന് ചൊവ്വയിൽ എത്തിയിട്ടുണ്ട്. എല്ലാ കാര്യവും നമ്മൾ ഇപ്പൊ എത്തും നാളെ എത്തും എന്ന് പറഞ്ഞിട്ട് ഉടനെയൊന്നും എത്താറില്ല. മെട്രോ എത്താൻ തുടങ്ങിയിട്ട് വർഷം കുറെ ഇതുവരെ എത്തിയില്ല. ഭൂമിയിലുള്ള ഒന്നും പെട്ടെന്ന് എത്തില്ല, പക്ഷെ പുറത്തോട്ട് കയറ്റി വരുന്നതെല്ലാം വേഗം എത്തുന്നുണ്ട്. KSRTC കടക്കടിയിൽ നിന്ന് കര കയറ്റാൻ എന്തൊക്കെ ചെയ്യാം? ഒന്നും ചെയ്യാൻ പറ്റില്ല. റോഡുകൾ ഇത്രത്തോളം ആവുന്ന സമയത്ത് KSRTC കടക്കടിയിൽ തന്നെ കെടുക്കുക ചെയ്യും. ആദ്യം നമുക്ക് റോഡ് നന്നാക്കാൻ നോക്കാം, അല്ലെങ്കിൽ KSRTC കടന്ന് കര കയറൂല. മലയാളിയെ പറ്റിക്കാൻ 2 ന്യൂ ജനറേഷൻ തട്ടിപ്പുകൾ പറയുക. മദ്യം കൂടുതലും സർക്കാർ കണ്ടുപിടാതെ ഹൈ ക്വാളിറ്റി നമുക്ക് പുറത്തുനിന്ന് കിട്ടും. അതും കുറച്ച് പൈസയിൽ കൂടുതൽ കിട്ടും. സൈഡ് ബിസിനസ് ആയതുകൊണ്ട് പുറത്തൊന്നും ന്യൂസ് പോകില്ല. അതൊന്ന്. 2 പെട്ടെന്ന് ഫേമസ് ആവാം. പെട്ടെന്ന് പൂത്ത കാശ് കയ്യിലുണ്ടോ വേഗം വരും, സിനിമയിൽ എടുക്കാം, ഫേമസ് ആവാം. ഓക്കെ, താങ്ക് യു. സമയം കഴിഞ്ഞു. ഗിഫ്റ്റി മറിയ പോവുക, ഒന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. കുഴപ്പമില്ല, പോയിക്കോളൂ. അടുത്ത കണ്ടസ്റ്റന്റിനെ ക്ഷണിക്കാനുള്ള സമയമാണ്. അടുത്ത കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റന്റ് നമ്പർ 9 K Rahim ഫ്രം കുമളി. സെൽഫി റൗണ്ട്. റഷ്യൻ K Rahim ഫ്രം കുമളി. കണ്ണിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? സുറുമ എഴുതിയിട്ടുണ്ട്. എന്തിനാണ് നിങ്ങൾ സുറുമ എഴുതുന്നത്? സുറുമ പെൺപിള്ളേർക്ക് മാത്രമല്ല ആൺപിള്ളേർക്ക് ഐശ്വര്യ സൗന്ദര്യം കൂട്ടാം. സൗന്ദര്യം കൂട്ടാനാണോ? താങ്കൾ ഡാൻസർ ആണോ? അതുകൊണ്ടാണോ ഇങ്ങനെ ഈ സുറുമ എഴുതണമെന്നുള്ള കോൺസെപ്റ്റ്? അത്യാവശ്യം ആൾക്കാരെ ശ്രദ്ധിക്കണ്ടേ? ജസ്റ്റ് ഇപ്പം എന്നെ നേരിട്ടാണൊന്നും പറഞ്ഞില്ല. സുറുമ ഇതിപ്പോ ചോദിച്ചില്ലേ എന്തായിരുന്നു? മമ്മൂട്ടി MP ആയാൽ പാർലമെന്റിൽ പറയുന്ന ഡയലോഗ് എന്തായിരിക്കും? മമ്മൂട്ടി MP ആയിക്കഴിഞ്ഞാൽ ആദ്യം പറയുന്ന ഡയലോഗ്, എത്ര പുതിയ തീരുമാനങ്ങൾ വന്നാലും എന്റെ മോന്റെ കൊച്ചു വന്നാലും കൊച്ചിന്റെ നായകനായിട്ട് ഞാൻ തന്നെ അഭിനയിക്കണം. ഇതാണ് പാർലമെന്റിൽ പറയുന്നത്. കൊച്ചി ഭാഷയിൽ ഒന്ന് പ്രാർത്ഥിക്കാവോ? ദൈവമേ എനിക്ക് ആർജയാവാൻ പറ്റണേ. കൊച്ചി ഭാഷയിൽ. നുമ്മ ദൈവമേ, നമ്മ ഇവിടെ സ്കൂട്ടാകാതെ നീ തന്നെ കാത്തോളണേ. നുമ്മ അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ചെലവും നുമ്മ വക. മമ്മൂട്ടി മൈ ട്രീ ചാലഞ്ച് നടത്തി. മോഹൻലാലിന് തുടങ്ങാൻ പറ്റിയ ഒരു നല്ലൊരു ചാലഞ്ച് പറയും. 6 pack in 6 weeks. 6 pack in 6 weeks. സച്ചിനെ കൊണ്ട് നമ്മുടെ കബഡി ടീമും കൂടെ ഒന്ന് വാങ്ങിപ്പിക്കണം. അതിന് എന്താണ് ഒരു വഴി? കബഡി ടീം വാങ്ങാനായിട്ട് ഒരു ചെറിയ വരുന്ന നടക്കാം. സാധാരണ പുറകോട്ട് വലിക്കുന്നവർ ജയിക്കത്തില്ലേ? ഇത് നേരെ തിരിച്ച് മുമ്പോട്ട് കൊടിയാനയുടെ മോഡൽ മാറ്റിയിട്ട് മുമ്പോട്ട് വലിക്കുന്നവർ ജയിക്കുന്ന പോലെ ആക്കണം. ഓക്കെ, ടൈം ഈസ് അപ്പ്. റഷ്യൻ K Rahimനോട് കൂടി നമ്മളുടെ ഈ 2 റൗണ്ട്സ് അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് റഷ്യൻ. ഔട്ടാവോ ഇല്ലേ അറിഞ്ഞുകൂടാ. സോ റേഡിയോ മാംഗോ സാംസങ് ഗാലക്സി RJ ഹണ്ടിന്റെ ആദ്യത്തെ 2 റൗണ്ട് സെൽഫി റൗണ്ട് ആൻഡ് സിറ്റുവേഷൻ റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ നമ്മളുടെ കൂടെ
തുമ്പിപ്പെണ്ണേ എന്താ ആരാ ആരാ സിദ്ധാർത്ഥ് യെസ് എക്സാക്ട്ലി സിദ്ധാർത്ഥ് മേനൻ ഇവിടെ പെർഫോം ചെയ്യാൻ പോവാണ്. Hi friends, very good evening to you over here. I wish all the best. Thank you Radio Mango 91.9 for I think the mic is now it's proper. Thank you so much for inviting us here, and I wish all the contestants all the best. So this is one of the song. This is called Rahman Medley, and this was the first song that Thaikudam Bridge actually did for Music Mojo. So I hope you all love this. इश्क है जैसे हवाओं में Thank you so much. ഇവിടെ പെർഫോം ചെയ്യാൻ രണ്ടുപേരുണ്ട്. അവരും പാർട്ട് ഓഫ് Thaikudam Bridge. Govind Menon and Mithun Raju. They are performing here. Violin, lead guitarist. Govind Menon is a violinist. Mithun Raju, lead guitarist. ഇവരുടെ ഒരു ഇൻസ്ട്രുമെന്റൽ പെർഫോമൻസ് നമുക്ക് ഇനി കാണാം. റൈറ്റ്, ഇനി ഞാൻ പോയിക്കോട്ടെ.
ഗാലക്സി RJ Hunt 6 കണ്ടസ്റ്റൻസിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. 6 കണ്ടസ്റ്റൻസ്. ലിനി, ദീപ്തി, ഗിഫ്റ്റി, സ്വർഗത്തിലെ പട്ടിണിക്ക് അത് മാത്രമേ കിട്ടുന്നുള്ളൂ. അലീന ജോസ്, അസ്ലാൻ, പ്രതീഷ്. ഓക്കെ, 6 കണ്ടസ്റ്റൻസും ഇപ്പോൾ സ്റ്റേജിലുണ്ട്. ഇതിൽ ആർക്കാണ് റേഡിയോ മാംഗോയിൽ ഒരു പണി കിട്ടുക എന്ന് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ആദ്യം ഫസ്റ്റ് ആർക്കാണ് അനൗൺസ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും താഴെ 6th പൊസിഷനിൽ ആര് നിൽക്കുന്നു പറയാൻ എനിക്ക് ആരെങ്കിലുമൊക്കെ സങ്കടപ്പെടുത്താനാണ് ഫസ്റ്റ് ഇഷ്ടം. സോ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, റൈറ്റ്? പക്ഷേ ഈ 6th പ്രൈസ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് 6th പൊസിഷൻ ലഭിച്ചിരിക്കുന്ന ആൾക്ക് സമ്മാനം നൽകാനായി I would like to welcome Mr. Santosh Chaco Thomas, Regional Sales Manager, Kerala Radio Mango. ഇവർക്ക് ഞാൻ ചുമ്മാ പറയുന്നല്ല, കൈയടിക്കാൻ വേണ്ടി തന്നെ പറയുന്നതാ. Right? Welcome Santosh Chaco Thomas, Regional Sales Manager, Kerala Radio Mango. ഇതിൽ ആർക്കാണ് 6ാം സ്ഥാനം ലഭിക്കുക? അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത് ട്രോഫി പ്ലസ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് പ്ലസ് സാംസങ് ഗാലക്സി നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ പ്ലസ് നമ്മുടെ ഫ്രാഗ്രൻസ് പാർട്ട്ണറായ ITC നൽകുന്ന ITC ഹാമ്പർ. സന്തോഷ് ഹാൻഡ് ഓവർ ചെയ്യുന്ന ട്രോഫി പ്ലസ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് പ്ലസ് ഗിഫ്റ്റ് ഹാമ്പർ ഫ്രം ITC ആൻഡ് സാംസങ് മൊബൈൽ നൽകുന്ന ഒരു സ്മാർട്ട് മൊബൈൽ. കൺഗ്രാറ്റുലേഷൻസ്. ഈ ഒരു വേദി വരെ എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ടാസ്ക്. ഒരുപാട് 10,000ങ്ങളിൽ നിന്നാണ് 6ാം പൊസിഷൻ അലീനയ്ക്ക് കിട്ടിയത്. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും അതിൽ അക്കാര്യത്തിൽ ഇത്തിരി സന്തോഷമുള്ള കാര്യമാണ് അലീന 6th പൊസിഷനിൽ എത്തിയത്. ആൻഡ് നൗ 5th പൊസിഷനിൽ എത്തിയിരിക്കുന്ന ആളെ അനൗൺസ് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പായി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ് അഞ്ജന നായർ, പ്രോഗ്രാം മാനേജർ, റേഡിയോ മാംഗോ. അഞ്ജലിക്കാണ് 5th പൊസിഷനിലുള്ള ആൾക്ക് സമ്മാനം കൊടുക്കേണ്ട ഡ്യൂട്ടി. നേരത്തെ കൊടുത്ത പോലെ തന്നെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്, ട്രോഫി പ്ലസ് ITC ഗിഫ്റ്റ് ഹാമ്പർ പ്ലസ് സാംസങ് ഗാലക്സി നൽകുന്ന സ്മാർട്ട് ഫോൺ. ആൻഡ് ഷീയാണോ ദീപ്തി പി കുരുവിള ഫ്രം കോട്ടയം. കൺഗ്രാറ്റുലേഷൻസ് ദീപ്തി. ദീപ്തിയോടും എനിക്ക് അത് തന്നെ പറയാനുള്ളത്, ഇത്രയും 10,000ങ്ങളിൽ നിന്ന് 5ാമത്തെ പൊസിഷനിൽ ഇങ്ങനെ പറയണം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. കൺഗ്രാറ്റുലേഷൻസ് അഞ്ജന. സോറി അഞ്ജനയല്ല, കൺഗ്രാറ്റുലേഷൻസ് ദീപ്തി. താങ്ക് യു അഞ്ജന. റൈറ്റ്, ഇനി
4th പൊസിഷൻ ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? അതാർക്കാണെങ്കിലും സമ്മാനം നൽകാനായി I would like to invite Mr. Madhu Madhavan, Program Manager, Radio Mango, Thrissur, Calicut. Yes, Mr. Madhu Madhavan, gift hamper, participation certificate, trophies, smartphone നൽകുന്നത് മറ്റാർക്കുമല്ല, കാസർഗോഡ് നിന്നുള്ള ആ തട്ടത്തിൻ മരത്തെ കുട്ടിക്കാണ് Hasna M. Hassan from Kasaragod. Congratulations, Hasna. 10,000 നിന്നും 4ാം സ്ഥാനം. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോ ഈ 3 പൊസിഷൻ കിട്ടിയവർക്കും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയവർക്ക് പ്ലീസ് നിങ്ങൾക്ക് അതാണ് പുറത്തേക്കുള്ള വഴി. ഇനി ഫൈനലി നിങ്ങളൊന്ന് കാണട്ടെ, കുറച്ചുകൂടെ മുമ്പോട്ട് കയറുന്നത്. ഇവരിൽ 3 പേര് ആരാണ് റേഡിയോ മാംഗോയിൽ പണി കിട്ടിയ ആ വ്യക്തി എന്നറിയണം. സോ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പായി I would like to invite Mr. Sunoj George Abraham. നമ്മളിനി ആദ്യമായിട്ട് കൊടുക്കാൻ പോകുന്നത് 3rd പൊസിഷനിലുള്ള ആൾക്കാണ്. So Mr. Sunoj George Abraham, Radio Mango. And I would like to invite Mr. Prasad M, Zonal Manager, Samsung India Electronics Private Limited. I would like to invite Mr. Alex Thomas, Managing Director, Tierra Food India Private Limited, Kepo, Franji Kepo. Yes, Mr. Alex Thomas adadine vadi vittu kodukka. Third prize ആണ് ഞാനിവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. And third prize winner ലഭിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ 5,000 rupees സാംസങ് ഗാലക്സി നൽകുന്ന ഗ്രാൻഡ് 2 മൊബൈൽ ഫോൺ, പിന്നെ 5,000 രൂപ. എത്രയുമെല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്. സോ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കാം. അതിനു മുമ്പ് ആരാണ് 3rd പൊസിഷനിൽ എത്തിയത്? ഇതെല്ലാം ആർക്കായിരിക്കും 3rd പൊസിഷൻ? ആരോടാ ചോദിക്കുന്നേ? തിരുവനന്തപുരം, കണ്ണൂർ or Thrissur? എന്നാ പിന്നെ ഞാൻ തന്നെ ഒരു ഫൈനൽ ഡിസിഷനിൽ എത്താം. ട്രിവാൻഡ്രം ലിനി ജോളിക്ക് സർട്ടിഫിക്കറ്റും ട്രോഫിയും ITC ഹാമ്പറും നൽകാനായി I would like to welcome Mr. Sunoj George Abraham. Mr. Yes. ലിനി ജോളിക്ക് ഇത്രയും കൈയടി പോരാ, ഒന്നുമില്ലെങ്കിലും തലസ്ഥാനത്ത് നിങ്ങളുടെ വരെ വന്ന് 3rd പൊസിഷൻ നേടിയിട്ട് പോവുകയാണ്. And now I would like to welcome Mr. Alex Thomas, Managing Director, Tierra Food India Private Limited, to hand over dummy check of 5,000 rupees. Congrats, Lini Jolie. And now it's time of Mr. Prasad M, Zonal Manager, Samsung India Electronics Private Limited. അദ്ദേഹം നൽകുന്നു സാംസങ് ഗാലക്സി ഗ്രാൻഡ് 2. സാംസങ് ഗാലക്സി ഗ്രാൻഡ് 2 for Lini Jolie. Okay, that's it. Thank you so much. So അടുത്തതായി ഫസ്റ്റ് വേണോ സെക്കൻഡ് വേണോ? ഒബ്വിയസ്ലി നമുക്ക് ഫസ്റ്റിൽ അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ആർക്കാ ഫസ്റ്റ് എന്ന് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പായി എനിക്ക് മറ്റു ചില വ്യക്തികളെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുണ്ട്. I would like to invite Mr. Karthik Murthy, Regional Marketing Head, Samsung India Limited, Samsung India Electronics Private Limited. Mr. Karthik Murthy, please sir. നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജ് സഞ്ജയ്, പ്ലീസ്. പിന്നെ നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല, ഏറ്റവും മുമ്പിൽ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ചിരിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് നേരമായി മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി 12 പേരടങ്ങുന്ന ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വന്നിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നീട് ആ 12 പേരിൽ നിന്ന് ഒരാള് ഡ്രോപ്പ് ചെയ്തപ്പോഴാണ് ഇദ്ദേഹത്തിന് ആ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മണൽവാടി ആർട്സ് ക്ലബിലെ പ്രകാശൻ, തട്ടത്തിൻ മറയത്തിലെ വിനോദ്,
കാത്തടിയയിലെ രാഹുൽ വൈദ്യർ, 1983 രമേശൻ, ഞാനിത് മുഴുവൻ പറഞ്ഞാലേ കക്ഷി ആ കസേര എഴുന്നേക്കുള്ളൂ. ബാംഗ്ലൂർ ഡേയ്സിലെ കൃഷ്ണൻ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെടുത്തതിൽ വളരെ സന്തോഷം. ഈ മൈക്ക് ഞാൻ കൈമാറുന്നു, 2 വാക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞോണം മലർവാടി ആർട്സ് ക്ലബ്ബിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടൊരു റേഡിയോ ഇന്റർവ്യൂ ചെയ്യുന്നത് റേഡിയോ മാംഗോയുടെ കൂടെയാണ്. അതിൽ അഭിനയിച്ച് ഞങ്ങൾ 5 പേരും കൂടി ഇതിൻ്റെ സ്പോട്ട്ലൈറ്റ് എന്നുള്ള പ്രോഗ്രാമിലാണ് ആദ്യമായിട്ട് പങ്കെടുത്തത്. അന്ന് മുതൽ റേഡിയോ മാംഗോയായിട്ട് നല്ല ബന്ധമാണ്. ഒരുപാട് സന്തോഷം റേഡിയോ മാംഗോയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. ഇവിടെ ആരാണ് വിജയിച്ച് അനൗൺസ് ചെയ്തിട്ടില്ല. സോ നമുക്കതിലേക്ക് കിടക്കാം. താങ്ക് യു ദിവ്യൻ. എനിക്ക് ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്യാനായിട്ട് നമ്മുടെ മേരി കോമിന്റെ ഒക്കെ കൈ പിടിച്ച് ഉയർത്തുന്നത് പോലെ ഒന്ന് ഉയർത്തിയാൽ കൊള്ളാന്നുണ്ട്. പക്ഷെ എന്റെ കൈ കംപ്ലീറ്റ് ചെയ്താണല്ലോ. ഒരു കാര്യം ചെയ്യാം, നിവിൻ തന്നെ 2 പേരുടെ കയ്യിലൊന്ന് പിടിക്കും, എന്നിട്ട് ഞാൻ പറയുന്ന ആളുടെ കൈ ഉയർത്തണം. ഓക്കെ? ഗിഫ്റ്റി, അപൂർവ അവസരം, പിടിച്ചോളൂ. ഫോട്ടോ ഫോട്ടോ പ്ലീസ്. ഗിഫ്റ്റി ആണോ, പ്രതീഷ് ആണോ, തൃശ്ശൂരാണോ, കണ്ണൂരാണോ? റേഡിയോ ജോക്കിയിൽ പണി കിട്ടുന്ന വ്യക്തി, 50,000 രൂപ കൊണ്ടുപോകുന്ന വ്യക്തി, ഇൻപിൻ സെറ്റിവിൻ ഇൻപിൻ ഔട്ട്. വിവിൻ മുറുകെ പിടിച്ചോ, ഉയർത്തിക്കോ. പ്രതീഷ്, കൺഗ്രാറ്റുലേഷൻസ്. ഇവിടെ പൊട്ടാനൊന്നുമില്ല, ഞാൻ എന്തെങ്കിലും പൊട്ടു എന്നൊക്കെ വിചാരിച്ചു. എനിവേ, Pradesh V के सम्मान നൽകാൻ I would like to welcome Mr. Nivin Poli to hand over gift check for ₹50,000. Pora, first prize ni tre pora. One photo session. Click. Smile please. Sanjay, please. സഞ്ജയ് സർട്ടിഫിക്കറ്റും ട്രോഫിയും ITC ഹാമ്പറും ഹാൻഡ് ഓവർ ചെയ്യുന്നു. നിങ്ങൾക്ക് മാർക്കിട്ട് 3 ജഡ്ജസിൽ ഒരു ജഡ്ജിന്റെ കയ്യിൽ നിന്ന് തന്നെ സമ്മാനം ഏറ്റുവാങ്ങിക്കുക. ട്രോഫി പ്ലസ് ITC ഹാമ്പർ പ്ലസ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്. Now സാംസങ് ഗാലക്സി നൽകുന്ന S5 മൊബൈൽ ഫോൺ നൽകാനായി I would like to welcome Mr. Karthik Murthy. Congratulations. And റേഡിയോ മാംഗോയുടെ പണി ഇപ്പൊ എങ്ങനെയാ കൊടുക്കുക? ഇവിടെ വെച്ച് 8ന്റെ പണി എക്സാക്ട്ലി അതെങ്ങനെയാ കൊടുക്കുക? നമുക്കൊരു സ്ക്രോൾ ഉണ്ടെന്നല്ലോ സുരോജ്, റൈറ്റ്? സോ വെൽക്കം ടു മാംഗോ സ്ക്രോൾ. ഹാൻഡ് ഓവർ ചെയ്യാൻ സുനോ ജോർജ് എബ്രഹാം. പോരട്ടെ പോരട്ടെ പോരട്ടെ. Welcome to Radio Mango. Congratulations, Pradesh V from Kannur is the star today. സന്തോഷമില്ലാന്ന് തോന്നുന്നു. എന്ത് പറ്റി? ഷോക്കിലാണ്. ഇടിവെട്ടാൻ പാമ്പ് പിടിച്ചിട്ടൊക്കെ പറഞ്ഞോളൂ. അപ്പൊ വേണ്ടായിരുന്നു ഇത്? സത്യം പറയാൻ വേണമായിരുന്നു, കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ നമ്മളൊക്കെ ഇന്നലെ 2 ദിവസം എല്ലാവരും എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാണ് ആര് കിട്ടിയ സന്തോഷം. ഓ അതൊക്കെ ചുമ്മാ എളിമ എളിമ എളിമ. എനിവേസ് ഇനിയിപ്പോ സെക്കൻഡ് പ്രൈസ് ആർക്കാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. തൃശ്ശൂരിന്റെ പൊന്നോമന പുത്രിയായ, തൃശ്ശൂരിന്റെ സുന്ദരിയായ ഗിഫ്റ്റി മറിയ. ഗിഫ്റ്റി മറിയയ്ക്ക് സമ്മാനങ്ങൾ നൽകാനായി I would like to welcome Mr. Jose Thomas, Chairman, Choice Group. So, second prize ലഭിച്ചിരിക്കുന്നത് ഗിഫ്റ്റി മറിയ ഫ്രം തൃശ്ശൂർ, 10,000 രൂപ. സാംസങ് ഗാലക്സി നോട്ട് 3 നിയോ ഇതൊക്കെ സമ്മാനമായിട്ട് ലഭിക്കുന്നുണ്ട്. സോ ഗിഫ്റ്റി മറിയയ്ക്കുള്ള ഗിഫ്റ്റ് ചെക്ക് ശ്രീ ജോസ് തോമസ് കൈമാറുന്നു. സഞ്ജയ്, അടുത്തതായി സർട്ടിഫിക്കറ്റും ITC ഹാമ്പറും നൽകാനായി
സഞ്ജയിനെ ക്ഷണിക്കുന്നു. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. Nivin Polly to hand over this trophy actually. Yep. And Mr. Karthik Murthy to hand over smartphone Samsung Galaxy Note 3 Neo. Thank you so much. Congratulations again, all participants. Thank you all.